പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജസ്റ്റിൻ പനിക്കലച്ചൻ അച്ഛന് ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ പറ്റില്ല. കാരണം അച്ഛൻ്റെ ശിഷ്യന്മാരുടെ ഒരു വലിയ സംഘം, അച്ഛൻ്റെ പാട്ടുകൾ, അച്ഛൻ്റെ പുസ്തകങ്ങൾ, അച്ഛൻ്റെ ഓർമ്മകൾ, നന്മകൾ വ്യക്തിപരമായി അനുഭവിക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാനിത് പറയുക. ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ വളരെ അടുത്ത് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബാച്ചിൻ്റെ റൂബി ജൂബിലിക്ക് അച്ഛൻ പീച്ചിയിൽ വന്ന് ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ഭക്ഷിച്ചു, ഒരുമിച്ച് കുറേ സമയം ചെലവഴിച്ച്. അത് ആ സ്നേഹമാണ്. 40 വർഷം ഞങ്ങൾ മുമ്പുള്ള കാര്യമാണ് നടക്കുന്നത്. ഞാനൊരു വൈദിക വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, ഷമാശനായിരിക്കുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കുഞ്ഞെ കുറച്ച് വരികൾ എഴുതി തരാമെങ്കിൽ ഞാൻ ട്യൂൺ ചെയ്യാം. ഞാൻ ഒന്നും ആലോചിച്ചില്ല. അന്ന് കവിത എഴുതുന്ന ഒരാളൊന്നും അല്ല ഞാൻ. കാര്യമായി വേദപുസ്തകം ബൈബിള് തുറന്നു, കിട്ടിയ വചനം വെച്ചാണ് സ്നേഹസ്വരൂപ തപദർശനം എന്ന ഗാനം സെന്റ് പോളിൻ്റെ ആശയങ്ങൾ കടമെടുത്ത് എഴുതിയതാണ്. ദൈവാനുഗ്രഹത്താൽ ആ പാട്ട് എത്ര അനുഗ്രഹമായി എന്ന് എനിക്കിപ്പോഴും കേൾക്കുമ്പോൾ, എല്ലാവർക്കും എനിക്കും ചെല്ലുമ്പോൾ ആ പാട്ടിങ്ങനെ ഉച്ചഭാഷണിയും കൂടെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് രക്ഷക ഗായിക, അത് വലിയൊരു യൂണിവേഴ്സിറ്റിയിലൊക്കെ മത്സര വേദികളിൽ ഫസ്റ്റ് വാങ്ങിച്ച പാട്ടാണ്. ജോസഫ് പാറാങ്കുഴി എഴുതിയ പാട്ടാണല്ലോ പൈതലാം യേശുവേ. അതുപോലെ എൻ ജീവിതമാം ഈ മരക്കൊമ്പിൽ എന്നുള്ളത് ആശാരി പറമ്പലച്ഛൻ്റെതാണ്. ഈ പാട്ടുകളെല്ലാം അച്ഛൻ ട്യൂൺ ചെയ്തതിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞ ഇതാണ്. അച്ഛൻ വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടേതും കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ചേഞ്ചസ് ഇതിന്റെ രാഗങ്ങളിലൊക്കെ വരുത്താൻ അച്ഛന് കഴിഞ്ഞത്. പിന്നെ അച്ഛൻ ഏറെ പള്ളിയിലിരുന്ന് വിശുദ്ധ കുർബാനയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ആ 2 ഗുണങ്ങളാണ് ഒരു പക്ഷേ വ്യത്യസ്തമായ ഗാനങ്ങൾ. ഇന്ന് ധാരാളം ഗാനങ്ങൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതിനെ വെല്ലുവാൻ നമുക്ക് മറ്റ് ഗാനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. കാരണം ഇത് 40-50 വർഷം കഴിയുമ്പോഴും കേട്ടണക്കെയും വീണ്ടും പാടാനും പ്രാർത്ഥിക്കാനും, ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ദൈവവിളി ഉണ്ടാകാൻ പോലും പലർക്കും കാരണമായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പാട്ടുകൾ. അത്ര ഹൃദയസ്പർശിയാണ്. അച്ഛൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകില്ല. അച്ഛൻ സ്വർഗത്തിൽ ആ ഗായക സംഘത്തോട് ചേർന്നിരുന്ന് പാടുക, ഹല്ലേലൂയ ഗാനം പാടുക. അച്ഛൻ അവിടെ നല്ലൊരു കൊയറുണ്ടാകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അച്ഛന് എല്ലാവിധമായ നിത്യശാന്തി നേരുക. യൂഹാനോൻ മാർ തെയോഡോഷ്യസ്, മൂവാറ്റുപുഴ മെത്രാപ്പൊലീത്ത.